ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന അറിവ് കണ്ടീഷണൽ ഫോർമാറ്റിംഗിലെ ഓട്ടോ ഹൈലൈറ്റ് എന്നൊരു ഓപ്ഷനാണ്. അതായത് ഞാനിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനിവിടുന്ന് ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഫുഡുമായി ബന്ധപ്പെട്ട കാറ്റഗറികൾ കണ്ടോ ഫുഡ് 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 ഫുഡ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു സെക്ഷനിൽ ഞാൻ ഇവിടുന്ന് ടോയ്സ് മാറ്റുമ്പോൾ കണ്ടോ ടോയ്സുമായി ബന്ധപ്പെട്ട കാറ്റഗറികൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ഓട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ ക്ലോത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ക്ലോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിശോധിക്കുന്നത്. ഇതിനായിട്ട് പുതിയൊരു ഷീറ്റിൽ ഞാൻ കുറച്ച് ഡേറ്റകൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ സീരിയൽ നമ്പർ, ഡേറ്റ്, സെയിൽസ്മാൻ, റീജിയൻ, ഡിപ്പാർട്ട്മെന്റ്, എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു 1091 1094. ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. തൽക്കാലം ഒരു 20 കൊടുത്തു. ഇതിനുശേഷം ഞാൻ ഡേറ്റ് കൊടുക്കാണ്. ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഡേറ്റ് വരെയാണോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ വരെയും ഡേറ്റ് കിട്ടും. ഞാൻ സെയിൽസ്മാൻ പേരുകൾ കൊടുക്കാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ റീജിയൻ കൊടുക്കുന്നു. റീജിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർത്ത് ആണോ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ സൗത്ത് ആണോ എന്നതാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടെല്ലാം ബാലൻസ് ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാം. ബാക്കിയിലാണ് ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇതിനുശേഷം ഞാൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാണ്. ഞാൻ തൽക്കാലം ഫുഡ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നു. ടോയ്സ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ക്ലോത്ത്, അതോടൊപ്പം തന്നെ ഞാൻ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഞാൻ കൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ Ctrl+C അടിച്ചു. ഇവിടെ Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യാം. ഇതിനുശേഷം ഞാൻ കുറച്ച് എമൗണ്ടുകൾ കൊടുക്കുന്നു. അതുമായി രണ്ടും സെലക്ട് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എവിടെ വരെയാണ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അവിടെ വരെ അതിൻ്റെ ആൻസർ ആയിട്ട്. ഇതിനുശേഷം ഞാൻ ഇവിടുന്ന് കുറച്ച് ബോൾഡ് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ സെല്ല് ഡ്രാഗ് ചെയ്ത് മെർജ് ചെയ്യുന്നു. ഇവിടുന്ന് ഈ ഒരു ഫംഗ്ഷൻ ഇത്രയും ടെക്സ്റ്റ് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്തു. ടെക്സ്റ്റ് ഇവിടുന്ന് പേസ്റ്റ് ചെയ്തു.
അതിനുശേഷം ഞാൻ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ഈ ഒരു ഷീറ്റിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യാണ്. ബോൾഡാക്കി ഞാൻ കളർ ചേഞ്ച് ചെയ്യും. ഇനി നമുക്ക് ഇവിടുന്ന് ഫംഗ്ഷനിലേക്ക് കിടക്കാം. അതിനാണ് ഞാൻ ഇവിടുന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫുഡ് തന്നെ ഒട്ടനവധി വന്നിട്ടുണ്ട്, ടോയ്സ് തന്നെ ഒട്ടനവധി വന്നിട്ടുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഓരോ ഡിപ്പാർട്ട്മെന്റും ഇവിടെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇതിന് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് ഒറ്റ ഇതാക്കി മാറ്റണം. അതായത് ഇപ്പോൾ ഫുഡ് എന്നൊരു കാറ്റഗറി, ക്ലോത്ത് എന്നൊരു കാറ്റഗറി, ടോയ്സ് എന്നൊരു കാറ്റഗറി, ക്ലോത്ത് എന്നൊരു കാറ്റഗറി. മൊത്തം 4 ഡിപ്പാർട്ട്മെന്റാണ് കൊടുത്തിട്ടുള്ളൂ. ഫുഡ്, ടോയ്സ്, ക്ലോത്ത്, ഈ 4 ഡിപ്പാർട്ട്മെന്റുകൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ Ctrl+C അടിച്ച് കോപ്പി ചെയ്തു. മറ്റൊരു സെല്ലിലേക്ക് ഞാൻ ഇവിടുന്ന് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു. സെല്ല് സെലക്ട് ചെയ്തു. മൊത്തമായി ഡാറ്റ മെനുവിൽ ഇതിവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കോളം D സെലക്ട് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ 13 ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ഉണ്ടായി. അതെല്ലാം റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഫുഡ്, ടോയ്സ്, ക്ലോത്ത്, ഓട്ടോ, ഇത്രയും 4 കാറ്റഗറി ആയിട്ട്, അതായത് 4 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് ഇവിടുന്ന് സെലക്ട് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടുന്ന് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെല്ല് മെർജ് ചെയ്യുന്നു. ഇതിന് ശേഷം സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ മെനുവിൽ ഡാറ്റ വാലിഡേഷൻ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ വാലിഡേഷനിൽ എനി വാല്യൂ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക. അത് മാറ്റി ഇവിടുന്ന് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോഴ്സ് എന്നൊരു കോളത്തിൽ നമ്മൾ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ ബാക്കി ഓപ്ഷൻസ്, ബാക്കി ഡിപ്പാർട്ട്മെന്റുകൾ സോഴ്സ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം ഇത് മൊത്തം സെലക്ട് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ പ്രസ് ചെയ്യുന്നു. കൂടുന്ന ഡിപ്പാർട്ട്മെന്റുകൾ കണ്ടോ ഈ രീതിയിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ആദ്യം തന്നെ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ഹെഡിങ് മൊത്തം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വേണം എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, ആ ടേബിൾ മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ എന്ത് ചെയ്യണം, കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കണം. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം സീരിയൽ നമ്പർ, ഡേറ്റ്, സെയിൽസ്മാൻ, റീജിയൻ, ഡിപ്പാർട്ട്മെന്റ്, എമൗണ്ട്. അതിനുശേഷം മൗസിൽ നിന്ന് സെലക്ഷൻ എടുക്കുക. സെലക്ഷൻ എടുത്തിട്ട് വേണം എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, വീണ്ടും കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ചാർട്ട് സെലക്ട് ചെയ്യാനായിട്ട്. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ലഭിക്കുകയുള്ളൂ. ഇതിനുശേഷം ഹോം മെനുവിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഫോർമാറ്റ് വാല്യൂ വേർ ദിസ് ഫോർമുല ദിസ് പ്രൂവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം ഈക്വൽ ടു ഇട്ടു ഏതൊരു കാറ്റഗറിയാണോ കൊടുക്കുന്നത് ആ കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്കിവിടുന്ന് $8 എന്നൊരു വാല്യൂ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെല്ലിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ $1 അവിടുന്ന് റിമൂവ് ആക്കുന്നു. ഇതിനുശേഷം ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നേരത്തെ സെല്ല് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതിപ്പോൾ നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, ആ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ലിസ്റ്റിന്റെ വാല്യൂ ഞാൻ ചെയ്ത് കൊടുക്കണം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി, ആ ഒരു സെല്ല് സെലക്ട് ചെയ്യണം. ഇതിനുശേഷം ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഏതൊരു കളറാണോ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ആ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട കളർ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടുന്ന് ഡിപ്പാർട്ട്മെന്റ് നീ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടുന്ന് ഒന്നും കാണാത്തത്. അപ്പം ഞാൻ ഇവിടുന്ന് ഫുഡ് കണ്ടോ, ടോയ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ടോയ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടോ, ടോയ്സ്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫുഡ് കണ്ടോ. അപ്പോൾ ഫുഡുമായി ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ക്ലോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ഓട്ടോ സെലക്ട് ചെയ്തിട്ട് ഓട്ടോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഓട്ടോയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ കഴിയുന്ന ആളുകളുടെ ലിസ്റ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ ഞാൻ ഇവിടുന്ന് ഓട്ടോയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതും കൂടി ഓട്ടോയായിട്ട് കാണിക്കും, മീൻസ് അതും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവിടുന്ന് ഇപ്പോൾ ഏതൊരു കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഏതൊരു കളറാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു കളർ ഇവിടുന്ന് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടെ. ബൈ.